കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയെ ഒരു ദേശീയ നേതാവായി വളർത്തുന്നതിന് പകരം കേരളത്തിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായി ചുരുക്കുന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാഹുലും പെങ്ങൾ പ്രിയങ്കയും RSSനെതിരെ സമഗ്ര പോരാട്ടം ആരംഭിച്ചത് കൂറ്റൻ ഉറപ്പ് അവർക്കുള്ള വയനാട് മണ്ഡലത്തിൽ നിന്നാണ്. കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സുരക്ഷിത അങ്കണത്തിൽ നിന്നുള്ള സേഫ് ഫൈറ്റ്, വെറുതെ ലാഭം മാത്രം, റിസ്ക് ഒന്നുമില്ലാതാനും. ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം നടക്കുന്ന ഇന്ന് കോൺഗ്രസ് പാർട്ടി RSSനെ അധികാരത്തിലേക്ക് കയറ്റി താങ്ങി നിർത്തിയ ചരിത്രം, അതായത് ബാബറി മസ്ജിദിൻ്റെ തുറക്കൽ മുതൽ പൊളിച്ചു കളയൽ വരെ, BJPയുടെയും അവരുടെ നേതൃനിരകളുടെയും വളർച്ചയ്ക്ക് അസാധ്യമായ കാരണമായ സംഭവ വികാസങ്ങൾ വരെ അത് ഓർമ്മിപ്പിക്കാനുള്ള പ്രലോഭനമുണ്ടാക്കിയവർ ആരാണ്? കോൺഗ്രസിനെയും RSSനെയും ഒരുപോലെ ആശയപരമായി എതിർക്കും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ആരാണ് എഴുതി കൊടുത്തത്? കേരളത്തിൽ കാലുകുത്തുമ്പോൾ താൻ ദേശീയ നേതാവാണെന്നും രാജ്യമൊട്ടാകെ BJPക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളെ താനാണ് ചേർത്ത് നിർത്താൻ പരിശ്രമിക്കേണ്ടത് എന്നും ഓർക്കേണ്ടത് ആരാണ്? ആ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ പഞ്ചായത്തുകൾ തോറും കൊണ്ടു നടന്ന് CPIഎമ്മിനെ തെറി പറയിപ്പിച്ച് 4 വോട്ട് നേടാൻ നോക്കുന്നവർക്ക് രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനെ പരിചയമില്ലാത്തത് കൊണ്ടാണോ, അതോ അറിഞ്ഞുകൊണ്ട് രാഹുലിനെ കൊച്ചാക്കുന്നതാണോ? ഏറ്റവും വലിയ തമാശ, RSSനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അറിവിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായത്തിൽ ആത്മസ്നേഹമുള്ള തൻ്റെ ആചാര്യനായിരുന്ന സീതാറാം യെച്ചൂരിയിൽ നിന്നാണ് എന്നതാണ്. വയനാട്ടിൽ വീടുണ്ടാക്കാൻ ആപ്പുണ്ടാക്കി ആപ്പിലായ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് തട്ടിപ്പ് മറയ്ക്കാനുള്ള കുറുക്ക് വഴി മാത്രമോ രാഹുൽ ഗാന്ധി?